കത്തുന്ന വെയിലിലും തികച്ചും സമാധാനപരവും സൗഹൃദപരവുമായിരുന്നു കൊടുങ്ങല്ലൂർ കയ്പമംഗലം മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ്. തീരദേശത്തെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. പിന്നീടത് വൈകിട്ട് വരെ ഏറ്റക്കുറിച്ചിലില്ലാതെ തന്നെ നിന്നു. കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലങ്ങളിൽ വോട്ടിംഗ് സമയം അവസാനിച്ചതിനു ശേഷം പല ബൂത്തുകളിൽ വരിയിൽ നിന്നവർക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടിംഗ് രാവിലെ 7 മണിക്ക് ആരംഭിച്ചു. തീരദേശത്തെ മിക്ക ബൂത്തുകളിലും രാവിലെ മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത്. പിന്നീട് ഇത് വൈകിട്ട് വരെ ഏറ്റക്കുറച്ചിലില്ലാതെ നിന്നു. തീരദേശ പഞ്ചായത്തുകളായ എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം പഞ്ചായത്തുകളിലെ വിവിധ ബൂത്തുകളിൽ രാവിലെ മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. പെരിഞ്ഞനം SN സ്മാരകം സ്കൂളിൽ വൈദ്യുതി തടസ്സപ്പെട്ടതിനാൽ വോട്ടെടുപ്പ് അല്പനേരം തടസ്സപ്പെട്ടിരുന്നു. SN പുരം പനങ്ങാട് സ്കൂളിൽ ബൂത്തിനുള്ളിൽ ഫാൻ പൊട്ടി വീണു. ആളുകളും ഉദ്യോഗസ്ഥരും നിൽക്കുമ്പോഴാണ് ഫാൻ വീണതെങ്കിലും ആർക്കും പരിക്കില്ല. തൃശൂർ ജില്ലയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉച്ചയ്ക്ക് 1 വരെ 50.10% പോളിംഗ് പൂർത്തിയായിരുന്നു. കയ്പമംഗലം 47.72%, കൊടുങ്ങല്ലൂർ 49.89% ഉച്ചയോടെ പിന്നിട്ടു. പറവൂർ മണ്ഡലം സ്ഥാനാർത്ഥി ET ടൈസൺ MLA കാര സെന്റ് ആൽബന സ്കൂളിലും കൊടുങ്ങല്ലൂർ മണ്ഡലം UDF സ്ഥാനാർത്ഥി OJ ജനീഷ് കുഴൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുടുംബസമേതം വോട്ട് രേഖപ്പെടുത്തി. പുല്ലൂറ്റ് ഗവൺമെന്റ് LP സ്കൂളിൽ VR സുനിൽകുമാർ കുടുംബത്തോടൊപ്പം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കയ്പമംഗലം നിയോജക മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി TM നാസർ കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് കോഓപ്പറേറ്റീവ് കോളേജിൽ വോട്ട് രേഖപ്പെടുത്തി. കയ്പമംഗലം മണ്ഡലം സ്ഥാനാർത്ഥി KK വത്സരാജ് ഗുരുവായൂർ ഇരിങ്ങപ്പുറം ALP സ്കൂളിൽ 120 ബൂത്തിൽ വോട്ട് ചെയ്തു. ഭാര്യ രജനിക്കൊപ്പമാണ് വത്സരാജ് എത്തിയത്. കയ്പമംഗലം നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി അതുല്യ ഘോഷ് വെട്ടിയാട്ടിൽ കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിലെ 191 നമ്പർ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കോട്ടപ്പുറം രൂപത ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ കോട്ടപ്പുറം സെന്റ് മൈക്കിൾസ് LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. സംവിധായകൻ കമൽ തിരുവള്ളൂരിലെ LP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി. കൊടുങ്ങല്ലൂർ കയ്പമംഗലം നിയോജക മണ്ഡലങ്ങളിൽ വോട്ടിംഗ് സമയം അവസാനിച്ചതിനു ശേഷം പല ബൂത്തുകളിലും വരിയിൽ നിന്നവർക്ക് വോട്ട് ചെയ്യുവാൻ അവസരം നൽകി. ചില കേന്ദ്രങ്ങളിൽ വോട്ടെടുപ്പ് വൈകിയും തുടർന്നു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ.